സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് CPM പ്രവർത്തകർ മാർച്ച് നടത്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിലെ മൗനം ജനാധിപത്യം അട്ടിമറിക്കുന്നു എന്നിവ ആരോപിച്ചാണ് മാർച്ച്. ഓഫീസിന്റെ ബോർഡിൽ പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. പ്രതിഷേധം അവസാനിച്ചോ നടരാജ്? അല്പസമയം മുമ്പാണ് CPMന്റെ പ്രതിഷേധ മാർച്ച് സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലെത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞതോടുകൂടി പ്രവർത്തകർ ക്ഷുഭിതരായി. അവർ ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടാനുള്ള ശ്രമം നടത്തി. അതിനുശേഷമാണ് ഈ പ്രകടനത്തിനിടയിലാണ് പ്രവർത്തകരിൽ ഒരാൾ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള വഴിയിലുള്ള ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ കരി ഓയിൽ ഒഴിച്ചത്. അതിനുശേഷം ഒരു ചെരുപ്പിന്റെ മാലയും അയാൾ ഈ ബോർഡിൽ ഇട്ടു. ഇതിനെ തുടർന്ന് പോലീസ് ഇയാളെ സ്ഥലത്തുനിന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റി. അല്പസമയത്തിന് ശേഷം CPM പ്രവർത്തകർ ഇടപെട്ടാണ് ഇയാളെ പുറത്തിറക്കി കൊണ്ടുവന്നത്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലായിരുന്നെന്നും സ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു എന്നുമാണ് പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. പ്രതിഷേധം ശക്തമായി തുറന്നു. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. സുരേഷ് ഗോപി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രസംഗത്തിന്റെ ഭാഗമായി സംസാരിച്ചത് ആരോപിക്കുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് CPM തീരുമാനം. ശരി.